ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കേരളത്തിലെ SSLC +1 +2 വിദ്യാർത്ഥികൾ മാത്രമല്ല, 1 മുതൽ അതായത് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ വിദ്യാർത്ഥികളും തീർച്ചയായിട്ടും കാത്തിരുന്നൊരു വാർത്തയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. പാരൻസ് ആണ് എങ്കിലും നിങ്ങളുടെ വിദ്യാർത്ഥികളാണ് എങ്കിലും നിങ്ങളുടെ മാക്സിമം ക്ലാസ് ഗ്രൂപ്പ്സിലേക്കും മറ്റ് ട്യൂഷൻ ക്ലാസ് ഗ്രൂപ്പ്സിലും ഒക്കെ ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിലവിൽ ശ്രീ വി ശിവൻകുട്ടി അവർ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് വേനലവധി ക്ലാസ്സുകൾ നമ്മുടെ ഇത്തവണ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്നുള്ളത്. അതായത് സ്പെഷ്യൽ ക്ലാസ്സുകൾക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഇതിനോടകം വന്നതാണ്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഒരു ഉത്തരവ് സർക്കുലറായിട്ട് ബാലാവകാശ കമ്മീഷൻ തന്നെ പുറത്തിറക്കിയത് പ്രകാരം അതിന് കേന്ദ്രീയ വിദ്യാലയം ആയിക്കോട്ടെ, നിങ്ങളുടെ സാധാരണ ട്യൂഷൻ സ്ഥാപനങ്ങളായിക്കോട്ടെ, സ്കൂളുകളായിക്കോട്ടെ, സർക്കാർ പഠന പിന്തുണ ക്ലാസ്സുകളായിക്കോട്ടെ, അതല്ല എങ്കിൽ ഈ പറയുന്ന പോലെ മറ്റ് ഏത് തരത്തിലുള്ള വേനലവധി സ്പെഷ്യൽ ക്ലാസ് ട്യൂഷൻ ടൈപ്പ് ക്ലാസ്സുകളാണ് എങ്കിൽ പോലും പരമാവധി 9:30 വരെ, അതായത് പരമാവധി 10:30 വരെ, ചിലതിന് 9:30, ചിലതിന് 10:30, സാധാരണ ട്യൂഷൻ ക്ലാസ്സിനൊക്കെ 10:30 പറഞ്ഞിരിക്കുന്നത്. ഇതിനപ്പുറം ഏതെങ്കിലും സ്ഥാപനങ്ങൾ ക്ലാസ് എടുക്കുന്നതായിട്ട് കണ്ടാൽ, അതായത് ഈ നിയമം ലംഘിക്കുന്നതായിട്ട് കണ്ടാൽ കർശനമായിട്ടുള്ള നടപടികൾ എടുക്കാനും നിരീക്ഷിക്കാനും പോലീസിനും വിദ്യാഭ്യാസ വകുപ്പിനും ഇപ്പോൾ ഉത്തരവിലൂടെ ബാലാവകാശ കമ്മീഷൻ തന്നെ, അതായത് 3 ദിവസം മുമ്പ് നമ്മുടെ മാതൃഭൂമിയിൽ ഉൾപ്പെടെ വന്ന വാർത്തയുടെ വിശദാംശമാണ് ഞാൻ ഈ പറയുന്നത്. അതിനോടകം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇതിൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിൽ പരാതി പറയുന്നുണ്ട്. ഇപ്പോൾ പാലക്കാടിൽ ഈ ചൂടുമായി ബന്ധപ്പെട്ട അലർട്ടുകൾ നമ്മൾ ഇത്തവണയാണ് കേൾക്കുന്നത്. പാലക്കാടിൽ തന്നെ 40 ഡിഗ്രി സെൽഷ്യസ് പോകുമെന്ന് കരുതി അവിടുത്തെ കളക്ടർ ഏറ്റവും അവസാനം ഉത്തരവ് ഇറക്കേണ്ടി വന്നു. ഒരു തരത്തിലുള്ള ക്ലാസ്സുകളും പാടില്ല എന്ന് പറഞ്ഞിട്ട്. ഇതേ അവസ്ഥ തന്നെയാണ് മറ്റ് ജില്ലകളിലും. പക്ഷെ ഇപ്പോഴും അല്ലാതെ നിങ്ങൾ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നവരിൽ പലരുടെയും ട്യൂഷൻ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാകാം. അത് നല്ല AC ക്ലാസ് റൂമിലൊക്കെ ആണ് എങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ പറയുന്നത് അനുസരിച്ച് ഇത്തരത്തിലുള്ള വേനലവധി ക്ലാസ്സുകൾ ഒന്നും അനുവദനീയമല്ല എന്ന തരത്തിലാണ്. അതും പ്രത്യേകിച്ച് 10:30 ശേഷം. അതുകൊണ്ട് പരമാവധി വിദ്യാർത്ഥികളിലേക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് തന്നെയാണ്. അപ്പം അത് ലംഘിക്കുന്നവർക്കും എന്തായാലും തീർച്ചയായിട്ടും പിടിവീഴേണ്ടതുണ്ട്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.